കെ.ടി. ജലീലിനെതിരെ വിജിലൻസിൽ പരാതി നൽകി UDF. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണ പദ്ധതിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് പരാതി. UDF മലപ്പുറം ജില്ലാ ചെയർമാൻ PT അജയ് മോഹനാണ് പരാതി നൽകിയത്. ഒരഴിമതിയും നടത്തിയിട്ടില്ല എന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും കെ.ടി. ജലീൽ പ്രതികരിച്ചു. മുബഷീർ പി അഹമ്മദ് വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ കെ.ടി. ജലീലിനെതിരെ ലീഗ് പരാതി നൽകിയാണ്. അതിനോട് ജലീലിന്റെ പ്രതികരണം വരുന്നു. ലീഗും ജലീലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് തുടരുക തന്നെയാണ്. അതിന്റെ ഭാഗമാണിതെന്നും മനസ്സിലാക്കണം. എന്താണ് നൽകിയിരിക്കുന്ന പരാതി? കെ.ടി. ജലീൽ MLA ആയിട്ടുള്ള തവനൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ UDF മലപ്പുറം ജില്ലാ UDF കമ്മിറ്റി അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളിൽ കെ.ടി. ജലീൽ ഇടപെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള അഴിമതി നടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു UDF ചൂണ്ടിക്കാണിച്ചിരുന്നത്. മാസങ്ങൾക്ക് മുൻപ് UDF ജില്ലാ ചെയർമാനായിട്ടുള്ള PT അജയ് മോഹന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഉപവാസ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. VD സതീശനായിരുന്നു അതിൽ ഉദ്ഘാടനം ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ PT അജയ് മോഹൻ, UDF ചെയർമാനായിട്ടുള്ള PT അജയ് മോഹൻ വിജിലൻസിനും അതുപോലെ തന്നെ മേഖലയിലെ പോലീസ് SHOക്കും DYSPക്കും കെ.ടി. ജലീലിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനർനിർമ്മാണ പദ്ധതിയിൽ പൈലിംഗ് ഷീറ്റ് ഖനം കുറച്ച് കോടികളുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കെ.ടി. ജലീലിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ബലക്ഷയം ഉൾപ്പെടെ സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള അഴിമതിയാണ് ഇതെന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, കെ.ടി. ജലീലിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് PT അജയ് മോഹൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു പരാതിയും ആരോപണവും പൂർണ്ണമായിട്ടും കെ.ടി. ജലീൽ നിഷേധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള നിർമ്മാണം മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് കെ.ടി. ജലീൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒരു ഭാഗത്ത് മലയാളം സർവകലാശാല ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും കെ.ടി. ജലീലും തമ്മിലുള്ള പ്രത്യാരോപണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പരാതി കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള PT അജയ് മോഹൻ വിജിലൻസിൽ നൽകിയിട്ടുള്ളത്. അതിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കെ.ടി. ജലീൽ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ മൊബൈലിലൂടെ പ്രതികരണമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. മുബഷീർ ആണ് വിവരങ്ങൾ നൽകിയത്.